അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രദേശം സീനാ പർവ്വതത്തിന്റെ പ്രദേശമാണ്. തൂര് സീനാ തമ്പുതു ബിദ്ദുഹിനി എന്നൊക്കെ അവിടെ വളർന്നു വരുന്ന മറ്റേ ഒലീവിനെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും വിശുദ്ധമായ താഴ്വരയുടെ പരിസരത്ത് നിന്നാണ് അവിടെ വെച്ചാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹീന്റെ ആരംഭം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് റബ്ബൊരു സബബ് ഉണ്ടാക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി നേരത്ത് ഒരു തീ ഇങ്ങനെ ദൂരെന്ന് കാണുന്നതും വഴി തെറ്റുന്നതും ഒക്കെ അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സബബാണ്. ആ സബബ് അള്ളാഹു തആല നിശ്ചയിക്കുകയാണ്. ആ സബബിന്റെ അടുത്തേക്ക് ആളാണ്ട് എത്തണം. അവിടുന്നാണ് ഇനിയിപ്പോ വഹീന്റെ ആരംഭം. അതിന് ആളവിടെ എത്തണമല്ലോ. അതിനുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ ഒരുക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് എത്തിയപ്പോൾ, അവിടെ ചെന്നപ്പോൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫലമ്മാ ജാഅഹ അവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് വഴിതെറ്റി. മനുഷ്യ സഹജമായ കാര്യങ്ങളൊക്കെ നബിമാർക്കും ഉണ്ടാകും. വഴിതെറ്റുക എന്നുള്ളത് ഇപ്പോ മനുഷ്യ സഹജമായൊരു കാര്യമാണ്. അതൊക്കെ ആർക്കും സംഭവിക്കാം, നബിമാർക്കും സംഭവിക്കാം. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വഴി അറിയാതെ വിഷമിച്ചു. അങ്ങനെയാണ് വഴിയെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നത്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് മാനുഷികമായ നിലക്കുള്ള സ്വഭാവങ്ങളും പ്രകൃതിയൊക്കെ അവർക്കുണ്ട്. കാരണം എങ്കിലല്ലേ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകളാവാൻ അവർക്ക് പറ്റുള്ളൂ. മലക്കുകളെ മനുഷ്യരിലേക്ക് ദൂതനായി നിയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം മനുഷ്യരെ നയിക്കാനാണ് അള്ളാഹു ദൂതന്മാരെ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഖ്തിസാസ് അവരുടെ റിസാലത്തിലാണ്. നബുവത്തിലും റിസാലത്തിലുമാണ് മറ്റു മനുഷ്യരിൽ എന്നവർ എന്ത് ചെയ്യുന്നത്, വേർതിരിഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പ്രത്യേകതകൾ അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അള്ളാഹു തആല പറയാൻ കൽപ്പിച്ചത്, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ. പ്രവാചകരെ പറയൂ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ മുശാബഹത്ത്, മനുഷ്യൻ എന്ന് പറയുന്നതിൽ ഞാനും നിങ്ങളൊക്കെ സമാണ്. മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പോരായ്മകളൊക്കെ എനിക്കും ഉണ്ടാകും. ചിലപ്പോൾ മറയി പറ്റും, ചിലപ്പോൾ രോഗമുണ്ടാകും, ചിലപ്പോൾ മയക്കമുണ്ടാകും, ചിലപ്പോൾ തളർച്ചയുണ്ടാകും, വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും. ശരീരത്തിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞാൽ അതിന് രക്തം ചുവപ്പന്നായിരിക്കും. അങ്ങനെ മാനുഷികമായ എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടാവും. പക്ഷെ യൂഹായിലയ്യ, എന്താ നിങ്ങളെക്കാളുടെ പ്രത്യേകത, എനിക്ക് വഹയി കിട്ടുന്നുണ്ട്. നബുവത്തും റിസാലത്തുമാണ് പ്രവാചകന്മാരെ മറ്റുള്ളതില്ലെന്ന് വേർതിരിച്ച് നിർത്തുന്നത്. നബുവത്തും റിസാലത്തും നൽകപ്പെടുന്നത് കൊണ്ട് മറ്റു സാധാരണക്കാരായ ആളുകൾക്ക് കേൾക്കാനോ കാണാനോ കഴിയാത്തത് ചിലതവർക്ക് കേൾക്കാനും കാണാനും കഴിയും. അതുകൊണ്ടാണ് നബുവത്ത് കിട്ടിയതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കാണുന്നു, ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുന്നു. ഒരൊറ്റ സദസ്സിൽ തന്നെ ഇരിക്കുകയാണ്, പക്ഷെ വേറെ ആരും ആ ശബ്ദം കേൾക്കുന്നില്ല, കാണുന്നില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തുകൾ കൊണ്ടും വഹയി കൊണ്ടും വരാറുണ്ട്, വന്നു പോകും. പക്ഷേ റസൂലുള്ളാഹിന്റെ തല തന്റെ മടിയിലാണ്. പക്ഷെ ആയിഷമ്മ ബീവി ഒരിക്കൽ പോലും ആരെ കണ്ടിട്ടില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടില്ല, ആ ശബ്ദം കേട്ടിട്ടില്ല. അപ്പോ ആ റിസാലത്തിന്റെയും നുബുവത്തിന്റെയും പ്രത്യേകത. അപ്പൊ ഇവിടെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇവിടെ മാനുഷികമായ നിലക്കുള്ള മറവി വഴിതെറ്റൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഫലം